ശ്രീ എം പ്രകാശ് മാഷ്. നോക്കൂ, മൂന്നാമതും പിണറായി വിജയൻ ഭരിക്കുമെന്ന മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച അതേ വെള്ളാപ്പള്ളിയാണ് ഇന്ന് പറയുന്നത് സതീശൻ ഈഴവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഇതൊരു രാഷ്ട്രീയ കൊട്ടേഷനാണോ? ഇവിടെ ഈ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ തരാതരം പോലെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിലപാടുകളെടുക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനം സംബന്ധിച്ച് ഉയർന്നിരിക്കുന്നതാണ് ഇന്നത്തെ വിമർശനത്തിൻ്റെ ഉള്ളടക്കം. ഇപ്പോൾ വർഗീയതക്കെതിരായിട്ട് ഞാൻ പോരാടും എന്ന് ഇവിടെ കോൺഗ്രസും അതിൻ്റെ പ്രതിപക്ഷ നേതാവും പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മലയാളിക്കാവാത്തത് എന്തുകൊണ്ടാണ്? RSSകാരെ ചേർത്ത് കോൺഗ്രസ് ഒന്നിച്ച് മത്സരിച്ച സന്ദർഭങ്ങൾ വടകരയിലും ബേപ്പൂരിലും കണ്ടവരാണ് കേരളീയർ. ഇപ്പോൾ സമുദായ നേതാക്കന്മാരാണ് ജനങ്ങളെ വർഗീയവൽക്കരിക്കുന്നത്. ഈ പ്രസ്താവന ഈ പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. എന്നാൽ അദ്ദേഹം തന്നെ പിന്നീട് സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരകില്ല എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 21 തെരഞ്ഞെടുപ്പിൽ വന്നതിനെ സംബന്ധിച്ചാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ കോൺഗ്രസും അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാരും ജാതി സംഘടനകളും സമുദായ സംഘടനകളോടും വർഗീയ പ്രസ്ഥാനങ്ങളോടും സ്വീകരിക്കുന്ന നിലപാട് എന്നുള്ളതാണ് ഗൗരവമായിട്ടുള്ള വിഷയം. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ പേര് ഏറ്റവും ഗൗരവമായി ഉപയോഗിച്ചുവല്ലോ കോൺഗ്രസ്, ലീഗും അതുപോലെ കോൺഗ്രസും UDFും. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉപയോഗിച്ചത്? വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. വെള്ളാപ്പള്ളി ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്. അതിന് ഉദാഹരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ച കാര്യമാണല്ലോ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയെന്ന്. മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതും വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളൊന്നും എന്താ ബന്ധമുള്ളത്? അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടം പോലെ തരാതരം പോലെ വോട്ടുകൾ കിട്ടാനും അധികാര കസേര സ്വായത്തമാക്കാനും എന്തുമാവാം എന്ന് പറയുന്ന നിലപാടിനാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. നേരത്തെ BJPക്കാരുമായി അത് UDFിനെതിരെയുള്ള കാരണം. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, VD സതീശൻ പറഞ്ഞതിനെ കുറിച്ചാണ് ഞാൻ ശ്രീ വസന്തനോട് ചോദിച്ചത്. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമുദായിക നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പൊതുസമൂഹത്തിന്റെ നടുവിൽ നിന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചത് മൂന്നാമതും പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ അത് ഐക്യപ്രഖ്യാപനമാണ്. അതേ വെള്ളാപ്പള്ളി നടേശനാണ് പറയുന്നത് സതീശൻ ഈഴവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന്. അതായത് പിണറായി വിജയൻ ഐക്യം പ്രഖ്യാപിക്കുന്ന അതേ ആളാണ് സതീശൻ സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അത് കറതീർന്ന രാഷ്ട്രീയ ഐക്യ പ്രഖ്യാപനമാണ്. അല്ല, ഇതിൽ സമുദായ സംഘടനകൾ നിലപാട് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചിട്ടല്ല. അവരവരുടേതായിട്ട് നിലപാട് സ്വീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ അവരവരുടേതായിട്ട് നിലപാടുകൾ പരസ്യമായിട്ടും ചിലപ്പോൾ പരസ്യമല്ലാതെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സതീശനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചാൽ അദ്ദേഹം മറുപടി കാര്യം. ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇവിടെ ഇപ്പോൾ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ സാമുദായിക സംഘടനകളോട് ഞങ്ങളുടെ നിലപാട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കോൺഗ്രസും UDFും സ്വീകരിക്കുന്ന നിലപാടെന്താ? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാമുദായിക സംഘടനകളെയും വർഗീയ പ്രസ്ഥാനങ്ങളെയും എല്ലാം ഒരേ കുടക്കീഴിൽ അണിനിരത്താനുള്ള നിലപാടാണല്ലോ UDF സ്വീകരിച്ചത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPIയെയും വെൽഫെയർ പാർട്ടിയെയും എന്തിന് RSSകാരെ പോലും അധികാര കസേര ലഭ്യമാക്കാൻ വേണ്ടി ഉപയോഗിച്ചതിൻ്റെ ഒരു തെളിവാണല്ലോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അധികാര കസേരകൾക്ക് വേണ്ടിയിട്ട് ആരെയും ആശ്രയിക്കാം, അതുപോലെ നിലപാടുകൾ മാറ്റി പറയാം. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞങ്ങളുടെ നിലപാട് ഈ സമൂഹത്തിനകത്തുള്ള സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള നിലപാടാണ്. അവർ വ്യത്യസ്ത സാമുദായിക പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുക്കുന്ന നിലപാട് ഇവിടെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സംവരണത്തിന് ആനുകൂല്യം കിട്ടണമെന്നാണ്. അത് ഏത് പേര് ജാതിഭാഗത്തിൽപ്പെട്ടവരായാലും അത് ഞങ്ങളുടെ നിലപാട് സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഓരോ സന്ദർഭത്തിലുമുള്ള ജാതി പ്രസ്ഥാനങ്ങളെ ആ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന UDF ആണ്. അവരെങ്ങനെയെങ്കിലും തങ്ങളുടെ കൂടെ കൊണ്ടുവരിക, വർഗീയ പ്രസ്ഥാനങ്ങളെ കൂടെ കൊണ്ടുവരിക. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായ നിലയ്ക്ക് പല സന്ദർഭങ്ങളിൽ പല കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് എത്ര ശക്തമായ ഏത് സമുദായത്തിലെ ആണെങ്കിലും പാവപ്പെട്ടവർക്ക് സംവരണം കിട്ടണം എന്നുള്ളതാണോ പാർട്ടി നിലപാട്? അത് സാമ്പത്തിക സംവരണത്തിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. അങ്ങനെയാണോ നിലപാട്? ഇന്ത്യയിൽ ആദ്യമായിട്ട് മുന്നോക്ക ജാതിയിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു നിശ്ചിത ശതമാനം ആളുകൾക്ക് സംവരണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഇന്ത്യയിലെ ഏക പാർട്ടി CPI ആണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ?
ഞങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ട നിലപാട് സാധാരണ ഞാൻ SNDP ജനങ്ങൾക്ക് കേൾക്കട്ടെ അനുകൂലമായ എന്ന് നിലപാടാണ്. വിചാരിച്ചാണ് അങ്ങ് clarity വരുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട അധ്വാനിക്കുന്നവരായിട്ടുള്ള ആളുകൾ, ഞാനതാണ് പറഞ്ഞത്. ഇവിടെ ഞങ്ങളുടെ സംവരണത്തോട് നിലപാട് വളരെ വ്യക്തമാണ്. സാമുദായിക സംവരണ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്, ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഈ മുന്നോക്ക ജാതിയിൽപ്പെട്ടിരിക്കുന്ന വളരെ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് സംവരണം കൊടുക്കണം, ഒരു നിശ്ചയ ശതമാനം എന്ന് ആവശ്യപ്പെട്ട പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്, ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയാണ്. 5% സംവരണം അവർക്ക് വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ സാധാരണക്കാരന്റെ പക്ഷത്ത് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ജാതി പ്രസ്ഥാനങ്ങൾ, സാമുദായിക സംഘടനകൾ അവരുടെ നിലപാടുകൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ നിലപാടിനെ വിലയിരുത്തും. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അവരുമായിട്ട് അവരുടെ സാധാരണക്കാർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പിന്നെ അവർക്ക് തോന്നുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും. മറ്റു പാർട്ടികൾ അധികാര കസേരയ്ക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് വരുമ്പോൾ അവരാ നിലപാട് നിരാകരിക്കും. അതിൻ്റെ ബഹിസ്ഫുരണമാണ് ഉണ്ടായിരിക്കുന്ന കാര്യം. അപ്പം അതുകൊണ്ട് ഇവിടെ മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ട് ഇത്രമാത്രം രൂക്ഷമായ വിമർശനത്തിന് കോൺഗ്രസ് വിധേയമാവുന്നു? എന്തുകൊണ്ട് VD സതീശനെ ഈ നിലക്ക് കഠിനമായി ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ സാമുദായിക സംഘടന മുന്നോട്ടേക്ക് വരുന്നു? അത് അവരാണ് പറയേണ്ടത്, അവരോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും അധികാര കസേരയ്ക്ക് വേണ്ടി മാത്രം നിലപാടുകൾ പോലും മാറ്റിക്കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് UDF സ്വീകരിക്കുന്നത്. ഇത് ശരിയല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് എന്ന നിലപാട് ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അവർ ഞങ്ങളുടെ നിലപാടിനകത്ത് എന്തെങ്കിലും അവ്യക്തതയില്ല. നിലപാട് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ആണ്. തരാതരം പോലെ അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് എന്ത് നിലപാടിലും മലക്കം അറിയുന്ന കോൺഗ്രസിന്റെ സമീപനം, അതാണ് ഇന്നത്തെ വിമർശനത്തിന്റെ അടിസ്ഥാനപരമായി